ഇന്ന് വീട്ടിൽ വിളിച്ചപ്പോൾ എല്ലാവരും കൂടി അമ്മയുടെ 2002 വോട്ടർ ലിസ്റ്റിലെ പേര് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പുതിയ ലിസ്റ്റിൽ പേരുണ്ട്, പക്ഷേ 2002 ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ പിന്നെ യാതൊരു രേഖയും കൊടുക്കാതെ തന്നെ അമ്മ ഇന്ത്യൻ പൗരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വോട്ട് ചെയ്യാം. വാസ്തവം പറഞ്ഞാൽ കേട്ടപ്പോൾ അരിശവും അമർഷവുമാണ് തോന്നിയിരിക്കുന്നത്. നമ്മുടെ സ്വന്തം രാജ്യത്ത് നമ്മൾ ആരാണെന്ന് ചോദിക്കാൻ എവനാരാ? ഈ ഇലക്ഷൻ കമ്മീഷനോ അല്ല ഏതവനാണെങ്കിലും ആരാണ് നമ്മുടെ രാജ്യത്ത്? ഇപ്പോൾ അമേരിക്കയിൽ നമ്മളെയൊക്കെ കാണുമ്പം ഇവിടുത്തുകാരല്ലാന്ന് അവർക്കറിയാം. നമ്മളോട് പൗരത്വമൊക്കെ ചോദിച്ചാൽ അതിൽ ഇന്നത്തെ കാലത്ത്, നേരത്തെ ആണെങ്കിൽ ചോദിക്കില്ല, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ കൂടി അതൊരു ന്യായീകരണമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എന്ത് ന്യായീകരണമാണുള്ളത്? ഇപ്പോൾ കേരളത്തിലെ പൗരന്മാരോ അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ അർഹതയുള്ള ആളുകൾ, അങ്ങനെ അല്ലാത്ത ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ മതിയല്ലോ. അവിടെ പൗരത്വമില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കുറച്ച് ബംഗാളികളുണ്ട്, അവരൊഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ഈ മണ്ണിൻ്റെ മക്കളാണ്, മലയാളികളെല്ലാവരും. അപ്പോൾ അവരെയെല്ലാം അന്വേഷിച്ച് വെറുതെ ബുദ്ധിമുട്ടേണ്ടതെന്നാണ്. അതേസമയം തന്നെ ഈ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ പുതുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മരിച്ച ആളുകളുടെ പേരുകൾ അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത ആളുകളുടെ പേരുകൾ അതൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണെങ്കിൽ തിരക്കേടില്ല. ഇതല്ലാതെ അതിനപ്പുറത്തേക്ക് കടന്നു കയറിയുള്ള ഒരു അന്വേഷണമാണെങ്കിൽ അമർഷം തോന്നുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. കാരണം നാട്ടിലില്ലാത്ത ആൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പൂർണ്ണമായിട്ട് പറയാനായിട്ട് പറ്റില്ല, അവിടുത്തെ ഒരവസ്ഥ എന്താണെന്ന്. പക്ഷേ എന്തായാലും അത് ആരെയെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടാണെങ്കിൽ അത് ശരിയല്ല. നമ്മൾ ആ വിരോധവും വൈരാഗ്യവും അല്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയ വിരോധം, മതപരമായ വിരോധമൊക്കെ നമ്മൾ മനസ്സിൽ കാണും. പക്ഷേ അത് ഒരു പരിധിക്കപ്പുറം പോകാൻ പാടില്ല. കാരണം ഇതെല്ലാം മണ്ണിൻ്റെ മക്കളാണ്, നമ്മളെല്ലാം അന്യോന്യം ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അപ്പോൾ ഒരു കൂട്ടരെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മോശമാക്കുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് തന്നെ ശരിയായ ഒരു കാര്യമല്ല. അതാണ് ലക്ഷ്യമെങ്കിൽ. എന്തായാലും അതൊന്ന് ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഈ കാശ്മീരികൾ ഒരു ശല്യക്കാരാണെന്ന് തോന്നുന്നു. അവരെക്കൊണ്ട് ഉപദ്രവമല്ലാതെ ഒരു ഉപകാരവും ഉണ്ടാകുന്നൊരു സ്ഥിതി കാണുന്നില്ല. ഈ ഒരിക്കൽ അരുന്ധതി റോയ് പറയുകയുണ്ടായി, നമുക്ക് കാശ്മീരിൽ നിന്ന് ഇന്ത്യക്ക് മോചനം കിട്ടണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പട്ടാളക്കാർ മുഴുവൻ അവിടെ ചെല്ലേണ്ടി വരുന്നു, അവിടെ നിരന്തരം പോരാട്ടത്തിന് പോകേണ്ടി വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പണം അവിടെ കൊണ്ട് ചിലവഴിക്കേണ്ടി വരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ കാശ്മീരിൽ ഇത്തിരി പിറന്ന ആ സ്ഥലം നമുക്ക് കിട്ടാൻ വേണ്ടി? എന്നാൽ അവിടുത്തെ ആളുകൾക്കോ നമ്മളോടൊരു താല്പര്യമില്ലതാനും. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. ഈ ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ ഡൽഹിയിൽ ഫരീദാബാദിൽ 2900 കിലോ സ്ഫോടക വസ്തു പിടിച്ചു. അതിന് പിന്നാലെ ഡോക്ടർ ഉമർ എന്ന് പറഞ്ഞ ഒരു കക്ഷി പൊട്ടിത്തെറിച്ചു. അയാളുടെ കൂടെ വേറെ ആളുകളുണ്ടെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുന്നു. ഈ ഇത്രയും മെഡിസിനും ഇതെല്ലാം പഠിച്ച ആളുകൾ ഇത്രയ്ക്ക് മാത്രമാണോ അവരുടെ ചിന്താഗതി എന്ന് നമ്മൾ ആലോചിച്ച് പോവുകയാണ്, അതിശയിച്ച് പോവുകയാണ്. അവർ കാശ്മീരികളാണ് ഇവരെല്ലാം. കാശ്മീരിൽ നിന്ന് ഡൽഹിയിലോ അല്ല ഇവിടെയൊക്കെ വന്ന് പഠിച്ച് ഈ നിലയിലൊക്കെ എത്തിയതിന് ശേഷം പൊട്ടിത്തെറിക്കാനും അല്ലെങ്കിൽ ആക്രമിക്കാനും ഒക്കെയുള്ള മനസ്ഥിതിയാണ് അവർക്കുള്ളതെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസവും ഇവരുടെ അറിവുമൊക്കെ എത്ര ഹീനമാണ് നമ്മൾ ചിന്തിച്ചു പോകേണ്ടി വരികയാണ് ചെയ്യുന്നത്. വാസ്തവം പറഞ്ഞാൽ ഈ കാശ്മീരികളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇന്ത്യയുടെ ഇതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം എല്ലാം അറിയാം. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ സമയത്ത് ഈ കാശ്മീരികൾക്ക് ഇന്ത്യയിൽ ചേരാനായിട്ട് താല്പര്യമില്ലായിരുന്നു. പക്ഷേ മുസ്ലിങ്ങളായ കാശ്മീരികൾക്ക് അവർക്ക് പാകിസ്ഥാനിൽ പോകണമായിരുന്നു. പക്ഷേ ഇന്ത്യ സൈന്യത്തെ അയച്ച് ഒരു ഭാഗം ഇങ്ങ് പിടിച്ചെടുത്തു. കാരണം അത് പാകിസ്ഥാൻകാർ സൈന്യത്തെ അയച്ച് ഒരു ഭാഗം പിടിച്ചെടുത്തതോടുകൂടിയാണ് നമ്മൾ ഇന്ത്യൻ സൈന്യത്തെ അയച്ച് ബാക്കി ഭാഗം പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇത് കാശ്മീർ രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുന്നു. ഒരു ഭാഗം പാകിസ്ഥാൻ്റെ കൂടെയും ഒരു ഭാഗം നമ്മുടെ കൂടെയും. ഇതൊക്കെ നേര് തന്നെ. ഇപ്പം ചിന്തിക്കേണ്ട, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പം ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യയിലുള്ള കാശ്മീരികൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? ഈ പാകിസ്ഥാനിലുള്ള കാശ്മീരികളേക്കാൾ എന്തെങ്കിലും മോശപ്പെട്ട ഒരവസ്ഥയാണോ അവർക്കുള്ളത്? അവർ ഇത്രയും കാലം ഇപ്പോൾ ഈ BJP ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് അവർക്ക് പ്രത്യേക അധികാരങ്ങളായിരുന്നു, വിശേഷപ്പെട്ട അധികാരങ്ങൾ. എന്ന് മാത്രമല്ല വേറെ മറ്റിന്ത്യക്കാർക്ക് അവിടെ പോയി സ്ഥലം വാങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. ഇന്നിപ്പോൾ ആ സ്ഥിതിയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് അവരെ ചൊടിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. കാശ്മീരികൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഭൂമിയിൽ ഒരു സ്ഥലവും ആർക്കും സ്വന്തമായിട്ടില്ല. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും തിരിയുകയും മറിയുകയൊക്കെ ചെയ്യും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് മതപരമായ കാര്യം. ഇപ്പോൾ 20 കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നു. അവരുടെ കൂടെ ഇവർക്കൂടെ ജീവിച്ചുകൂടെ? ഇവരെന്തിന് നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്നു? രണ്ടാമത്തെ കാര്യം, ഈ മുസ്ലിങ്ങളുടെ ബ്രദർഹുഡ് അത് ഇത്ര കേമപ്പെട്ടതാണെങ്കിൽ ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്?
ഈ പാകിസ്ഥാനുള്ള സർവ്വ അഫ്ഗാൻകാരെയും അടിച്ചോടിക്കുകയാണ് ചെയ്യുന്നത്, ഇറാനിലും ഉള്ളവർ. എന്നിട്ട് അവർ തമ്മിൽ യുദ്ധത്തിനും ഒക്കെ കോപ്പ് കൂട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഈ മതമൊന്നുമല്ല നമ്മളെ ബന്ധപ്പെടുത്തുന്ന കാര്യം, നമ്മുടെ സംസ്കാരവും നമ്മുടെ മനുഷ്യത്വവും ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയൊക്കെ മനസ്സിലാക്കാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഈ പ്രശ്നം ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടാനാണ് പോകുന്നത്? അതെനിക്ക് മനസ്സിലാവുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഈ ഗാസയിൽ കാണിക്കുന്ന കൂത്താട്ടം, അവിടെ ഇത്തിരി പോകുന്ന ഒരു ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, അവരും ജെറുസലേം എന്നൊക്കെ പറഞ്ഞ് ആജീവനാന്ത കാലം വർഷങ്ങൾ സഹസ്രാബ്ദങ്ങളോളം ഈ ജെറുസലേം എന്നും പറഞ്ഞ് സ്വപ്നം കണ്ട് നടന്ന ആളുകളാണ് അവരുടെ ആ ചെറിയ രാജ്യത്ത് അവിടെ അയൽവക്കത്ത് ജീവിച്ചു പോട്ടെ. അപ്പോൾ അവരെ പടി അടച്ച് പിണ്ടം വെക്കുന്നവരെ ഞങ്ങൾ ജീവിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്താലത്തെ സ്ഥിതി എന്താവും? അപ്പോൾ ഈ വൈരാഗ്യം ഇത്തിരി മണ്ണിന് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ കാശ്മീരിലുള്ള ജനങ്ങൾ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലുള്ളവരെക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഇന്ത്യ ഗവൺമെൻറ് വാരിക്കോരി അവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്, എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോരാ, അവർക്ക് വേറെ എന്തോ വേണം. എന്താണ്? പാകിസ്ഥാനിൽ ചേർന്നാൽ കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുമോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബഹളം കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതിന് ഇത്രയും അറിവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇതിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പം അവർ പൊട്ടിത്തെറിക്കാനും സ്ഫോടക വസ്തു ഉണ്ടാക്കാനും കൊല്ലാനും കൊല്ലപ്പെടാനും ഒക്കെ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യമാണ്. വാസ്തവം പറഞ്ഞാൽ ഇത്തിരി ഒരു പിടി മണ്ണിന് വേണ്ടിയിട്ട്. നേരെ മറിച്ച് ഉള്ളിടത്ത് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുന്നതിനെ പറ്റിയല്ല ചിന്തിക്കുന്നത്, മരിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നു. എന്തായാലും ആ കാഴ്ചപ്പാടിലും ചിന്താഗതിയിലും ഒരു മാറ്റം വരേണ്ടത് ഒരു ആവശ്യമാണെന്ന് തോന്നുന്നു.